ബഹുമാന്യരെ നമസ്കാരം. ശ്രീ വിശ്വ വാസ്തുവിദ്യ എന്ന എളിയ ചാനലിലേക്ക് നിങ്ങളെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഒരിക്കൽ ഒരു രാജ്യത്ത് സോമശർമ്മ എന്നൊരു മഹാപണ്ഡിതൻ ജീവിച്ചിരുന്നു. വേദങ്ങളിലും ഉപനിഷത്തുകളിലും ശാസ്ത്രങ്ങളിലും അദ്ദേഹത്തിന് അപാര അറിവുണ്ടായിരുന്നു. രാജാവും ജനങ്ങളും അദ്ദേഹത്തെ ആദരിച്ചിരുന്നു. എന്നാൽ ക്രമേണ അദ്ദേഹത്തിന് അഹങ്കാരം വളർന്നു. തന്നേക്കാൾ വലിയ പണ്ഡിതൻ ഈ ലോകത്തില്ല എന്ന് അദ്ദേഹം വിശ്വസിക്കാൻ തുടങ്ങി. തൻ്റെ ഗുരുവിനെയും മറ്റ് പണ്ഡിതന്മാരെയും അദ്ദേഹം അപമാനിക്കുമായിരുന്നു. വേദജ്ഞാനം ജനങ്ങളുടെ നന്മയ്ക്ക് പകരം സ്വന്തം പ്രശസ്തിക്കും സമ്പത്തിനും വേണ്ടി ഉപയോഗിക്കാൻ തുടങ്ങി. ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ ഗുരു അദ്ദേഹത്തിനോട് പറഞ്ഞു, വിദ്യ വിനയത്തോടെയാണ് ശോഭിക്കുന്നത്, അഹങ്കാരം ജ്ഞാനത്തെ നശിപ്പിക്കും. എന്നാൽ സോമശർമ്മ തൻ്റെ ഗുരുവിൻ്റെ വാക്കുകൾ അവഗണിച്ചു. ഇതിൽ ദുഃഖിതനായ ഗുരു പറഞ്ഞു, ജ്ഞാനം ദുരുപയോഗം ചെയ്യുന്നവൻ മരണശേഷം ശാന്തി പ്രാപിക്കുകയില്ല എന്ന്. കാലം കഴിഞ്ഞു. സോമശർമ്മ മരണപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ ആത്മാവ് ബ്രഹ്മരക്ഷസായി മാറി. വേദജ്ഞാനം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നുവെങ്കിലും ശാന്തിയില്ലായിരുന്നു. ഒരു വലിയ ആൽമരത്തിൽ വസിച്ച് രാത്രികാലങ്ങളിൽ വേദമന്ത്രങ്ങൾ ഉച്ചരിക്കുന്നതായി ആളുകൾ പറയാൻ തുടങ്ങി. വർഷങ്ങൾക്ക് ശേഷം ഒരു മഹർഷി ആ വഴിയിലൂടെ വന്നു. ബ്രഹ്മരക്ഷസ് തൻ്റെ തെറ്റുകൾ ആ മഹർഷിയോട് ഏറ്റുപറഞ്ഞ് മോക്ഷത്തിനായി അപേക്ഷിച്ചു. നിന്റെ അഹങ്കാരമാണ് നിന്നെ ഈ അവസ്ഥയിലാക്കിയത്. ആത്മാർത്ഥമായ പശ്ചാത്താപവും ദൈവസ്മരണയും മാത്രമാണ് മോചനത്തിൻ്റെ വഴി. ബ്രഹ്മരക്ഷസ് വിനയത്തോടെ ക്ഷമ ചോദിക്കുകയും തൻ്റെ തെറ്റുകളിൽ പശ്ചാത്തപിക്കുകയും ചെയ്തുവെന്നും മഹർഷിയുടെ അനുഗ്രഹത്താൽ ഒടുവിൽ അദ്ദേഹത്തിന് മോക്ഷം ലഭിച്ചുവെന്നാണ് കഥ. ഹിന്ദു പുരാണങ്ങളിലും ജനവിശ്വാസങ്ങളിലും പറയുന്ന ഒരു ശക്തിയേറിയ അതീന്ദ്രിയ സത്തയാണ് ബ്രഹ്മരക്ഷസ്. ബ്രഹ്മ അധികം രക്ഷസ് എന്ന രണ്ട് വാക്കുകളിൽ നിന്നാണ് ഈ ബ്രഹ്മരക്ഷസ് എന്ന പദം വന്നത്. ബ്രഹ്മ എന്നാൽ വേദജ്ഞാനമുള്ള ബ്രാഹ്മണൻ അല്ലെങ്കിൽ മഹാപണ്ഡിതൻ. രക്ഷസ് എന്നാൽ അസുര സ്വഭാവമുള്ള ഭയപ്പെടുത്തുന്ന അതീന്ദ്രിയ ജീവി. വേദങ്ങളും ശാസ്ത്രങ്ങളും അറിയാവുന്ന ഒരാൾ തൻ്റെ ജ്ഞാനം ദുരുപയോഗം ചെയ്യുകയോ അധർമ്മം ചെയ്യുകയോ നേടിയ അറിവ് അനുയോജ്യമായവർക്ക് പങ്കുവയ്ക്കാതിരിക്കുകയോ ഗുരുവിനെ അപമാനിക്കുകയോ ചെയ്തതിൻ്റെ ഫലമായി മരണത്തിന് ശേഷം ബ്രഹ്മരക്ഷസായി ജനിക്കുന്നു എന്നതാണ് പല പുരാണങ്ങളിലും ജനകീയ വിശ്വാസങ്ങളിലും കാണുന്ന ആശയം. പുരാണ വിശ്വാസപ്രകാരം ബ്രഹ്മരക്ഷസാകാനുള്ള കാരണങ്ങൾ ഗുരുവിനെ അപമാനിക്കൽ, വേദജ്ഞാനം ദുരുപയോഗം ചെയ്യൽ, ധർമ്മവിരുദ്ധമായ പ്രവൃത്തികൾ ചെയ്യൽ, അഹങ്കാരം, ദുഷ്ട സ്വഭാവം എന്നിവയൊക്കെയാണ്. പുരാണങ്ങളിലും ധർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിലുമായി ബന്ധപ്പെട്ട ജനകീയ വ്യാഖ്യാനങ്ങളിലും വലിയ ജ്ഞാനമുണ്ടായിട്ടും അത് അധർമ്മമായി ഉപയോഗിക്കുന്നവൻ, ഗുരുവിനെ അവമാനിക്കുന്നവൻ, വഞ്ചനയിലൂടെ ജീവിക്കുന്നവൻ എന്നിവർക്ക് മരണശേഷം ഇത്തരമൊരു അവസ്ഥ ലഭിക്കുമെന്ന് പറയപ്പെടുന്നു. ഇത് ഒരു ധാർമ്മിക മുന്നറിയിപ്പായാണ് പലരും കാണുന്നത്. ജ്ഞാനം മാത്രം പോരാ, വിനയവും ധർമ്മവും അതിനോടൊപ്പം വേണമെന്ന മുന്നറിയിപ്പ്. ജനകീയ വിശ്വാസങ്ങളിലും കഥകളിലും പറയുന്നതനുസരിച്ച് ബ്രഹ്മരക്ഷസിന് അസാധാരണ ബുദ്ധിശക്തി, വേദമന്ത്രങ്ങളെക്കുറിച്ചുള്ള അറിവ്, ശക്തമായ സ്മരണ, ഇഷ്ടാനുസരണം രൂപമാറ്റം ചെയ്യാനുള്ള കഴിവ് എന്നിവ ഉണ്ടായിരുന്നുവെന്ന് പറയപ്പെടുന്നു. എന്നാൽ ഇവ പുരാണത്തിലും ജനവിശ്വാസങ്ങളിലും ഉള്ള ഭാഗമാണ്. ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട വസ്തുതകളില്ല. പുരാണങ്ങളിലും ജനവിശ്വാസങ്ങളിലും ബ്രഹ്മരക്ഷസുകൾ പഴയ ആൽമരങ്ങൾ, ശ്മശാനങ്ങൾ, ഉപേക്ഷിക്കപ്പെട്ട ക്ഷേത്രങ്ങൾ, വിജനമായ പ്രദേശങ്ങൾ എന്നിവിടങ്ങളിലൊക്കെ വസിക്കുന്നു എന്ന് കരുതപ്പെടുന്നു. വിവിധ പ്രദേശങ്ങളിൽ കഥകൾ വ്യത്യാസപ്പെട്ടേക്കാം. ബ്രഹ്മരക്ഷസുകളുടെ കഥകളുടെ പ്രധാന സന്ദേശം ഭയം സൃഷ്ടിക്കുകയല്ല, മറിച്ച് അഹങ്കാരത്തിന് അവസാനം നാശമാണ് എന്ന സന്ദേശമാണ് നൽകുന്നത്. വിദ്യയുണ്ടെങ്കിലും ധർമ്മമില്ല എങ്കിൽ അത് അനുഗ്രഹമാകില്ല എന്നതാണ്
ഈ കഥകൾ നൽകുന്ന പ്രധാന പാഠം. ചില പുരാണ കഥകളിലും പ്രാദേശിക ഐതിഹ്യങ്ങളിലും മഹാത്മാക്കളുടെ അനുഗ്രഹം, പ്രായശ്ചിത്തം അല്ലെങ്കിൽ ധാർമ്മിക കർമ്മങ്ങളുടെ ഫലമായി ബ്രഹ്മരക്ഷസിന് മോക്ഷം ലഭിച്ചിരുന്നുവെന്ന് വിവരിക്കുന്നുണ്ട്. ഇത് പ്രായശ്ചിത്തത്തിൻ്റെയും മോചനത്തിൻ്റെയും പ്രതീകമായി പലരും വ്യാഖ്യാനിക്കുന്നു. കേരളം ഉൾപ്പെടെ ചില പ്രദേശങ്ങളിൽ, ചില ക്ഷേത്രങ്ങളിൽ ബ്രഹ്മരക്ഷസിൻ്റെ പ്രതിഷ്ഠകൾ കാണാം. ഈ പ്രതിഷ്ഠകളെ പൊതുവെ ഒരു ദുഷ്ടശക്തിയെ ആരാധിക്കുക എന്ന ആശയത്തേക്കാൾ ക്ഷേത്ര പരിസര സംരക്ഷകനായി ബന്ധപ്പെട്ട പ്രാദേശിക ആചാരങ്ങളുടെ ഭാഗമായാണ് ചിലർ വിവരിക്കുന്നത്. പല പ്രദേശങ്ങളിലും ഇതിൻ്റെ ആചാരങ്ങളും വിശ്വാസങ്ങളും വ്യത്യാസപ്പെടും. പലർക്കും ഉണ്ടാകുന്ന ഒരു സംശയമാണ് ബ്രഹ്മരക്ഷസും പ്രേതവും ഒരുപോലെയാണോ എന്ന്. തീർച്ചയായും അല്ല. പ്രേതം, ഭൂതം, പിശാച്, ബ്രഹ്മരക്ഷസ് എന്നിവ വ്യത്യസ്ത വിഭാഗങ്ങളായാണ് വിവരിക്കപ്പെടുന്നത്. ബ്രഹ്മരക്ഷസിൻ്റെ പ്രത്യേകത ജ്ഞാനവുമായി ബന്ധപ്പെട്ട പശ്ചാത്തലമാണ്. ഇന്നത്തെ ശാസ്ത്രലോകം ബ്രഹ്മരക്ഷസിൻ്റെ അസ്തിത്വം സ്ഥിരീകരിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ പുരാണങ്ങളിൽ പറയുന്ന സംഭവങ്ങളെ മതപരമായും സാംസ്കാരികപരമായും വിശ്വാസങ്ങൾ എന്ന രീതിയിലും അവയിൽ അടങ്ങിയിരിക്കുന്ന ധാർമ്മിക സന്ദേശങ്ങൾ എന്ന നിലയിലും കാണുന്നതാണ് കൂടുതൽ ഉചിതം. ബ്രഹ്മരക്ഷസിൻ്റെ കഥ നമ്മെ പഠിപ്പിക്കുന്നത് എന്തൊക്കെയെന്ന് നോക്കാം. ഒന്നാമത്തേത്, ജ്ഞാനം വിനയത്തോടൊപ്പം വേണം. രണ്ടാമത്തേത്, ഗുരുവിനെ ആദരിക്കണം. മൂന്നാമത്തേത്, ധർമ്മം പാലിക്കണം. നാലാമത്തേത്, അഹങ്കാരം ഒഴിവാക്കണം. അഞ്ചാമത്തേത്, ലഭിച്ച അറിവ് മറ്റുള്ളവരുടെ നന്മയ്ക്കായി ഉപയോഗിക്കണം എന്നിവയാണ്. ഇനി ബ്രഹ്മരക്ഷസിൻ്റെ മൂലമന്ത്രവും ധ്യാനമന്ത്രവും പറയാം. ഇതാണ് ബ്രഹ്മരക്ഷസിൻ്റെ മൂലമന്ത്രം. ഓം യക്ഷോ വിരാജായ വടമാകിനേ സ്വാഹ. ഒരിക്കൽ കൂടി കേട്ടോളൂ. ഓം യക്ഷോ വിരാജായ വടമാകിനേ സ്വാഹ. സാധാരണയായി ക്ഷേത്രങ്ങളിലും ഇല്ലങ്ങളിലും ബ്രഹ്മരക്ഷത്തിന് പാൽപായസം നിവേദിക്കുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും ഈ മന്ത്രത്തെയാണ് ജപിക്കാറുള്ളത്. ഇനി ഒരു ധ്യാനമന്ത്രം കൂടി പറയാം. വിശ്വേശ്വരായ കാലായ കലിബന്ധന നാശിനേ അപരാധവിഹിതാർത്ഥം പ്രസാദയ പ്രഭോ വിഭോ. പരമ്പരാഗത വിശ്വാസമനുസരിച്ച് കുടുംബത്തിലെ തടസ്സങ്ങളും ഗ്രഹപ്പിഴകളും മാറി ഐശ്വര്യവും അഭിവൃദ്ധിയും ഉണ്ടാകാനാണ് ബ്രഹ്മരക്ഷത്തിന് വഴിപാടുകൾ നടത്തുന്നത്. വ്യാഴാഴ്ചയും പൗർണമിയുമാണ് പ്രധാന ദിവസം. പാൽപായസമാണ് ബ്രഹ്മരക്ഷസിൻ്റെ പ്രധാന വഴിപാട്. പ്രിയരെ, ഈ അദ്ദേഹത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് എന്നെ ഒന്ന് അറിയിക്കുക. നിങ്ങളുടെ ഇഷ്ടദേവൻ്റെ പേരൊന്ന് കമൻറ്റ് ബോക്സിൽ എഴുതുക. മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ഈ ചാനലിലെ പഴയ വീഡിയോകളും കാണുക. നിങ്ങൾക്കെല്ലാവർക്കും സർവേശ്വരൻ്റെ അനുഗ്രഹം ലഭിക്കാനായി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.